Hello friends, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് തമ്പനെയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ചെയ്യാൻ പോകുന്നതെന്നുള്ളത്. അപ്പോൾ ഒരുപാട് നാളായിട്ട് റിക്വസ്റ്റ് വരുന്ന ഒരു വീഡിയോ ആയിരുന്നു ഇത്. ഹോം ടൂർ ചെയ്യാമോ, റൂം ടൂർ ചെയ്യാമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് നന്ദന എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമായിരുന്നു, ചേച്ചി ഹോം ടൂർ ചെയ്യാമോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ വിചാരിച്ചു ഇന്നത്തെ വീഡിയോ അതാവട്ടെ എന്ന് വിചാരിച്ചു. എൻ്റെ ക്രാഫ്റ്റ് റൂമൊക്കെ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ക്രാഫ്റ്റ് റൂമും അതുപോലെ കുറച്ച് ക്രാഫ്റ്റ് മെറ്റീരിയൽസും, ഒരുപാട് ക്രാഫ്റ്റ് മെറ്റീരിയൽസ് ഒന്നും എനിക്കില്ല, ഒരുപാട് പ്രതീക്ഷകളൊന്നും നിങ്ങൾ വെക്കരുത്. അപ്പോൾ ആ മെറ്റീരിയൽസും ഒക്കെ കാണാം, അതുപോലെ എൻ്റെ ഷൂട്ടിംഗ് പ്ലേസും ഒക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നന്ദനയ്ക്ക് ഡെഡിക്കേറ്റ് ചെയ്യാണ്. അപ്പോൾ എൻ്റെ പുറകിൽ കാണുന്ന ഈ ഒരു ഡോർ ഉണ്ടോ, ഈ ഒരു ഡോറ് എൻ്റെ ക്രാഫ്റ്റ് റൂമിൻ്റെ ഡോറാണ്. അപ്പോൾ നമുക്ക് റൂമൊക്കെ ഒന്ന് കണ്ടിട്ട് വന്നാലോ. അപ്പോൾ ഇതാണ് എൻ്റെ ക്രാഫ്റ്റ് റൂം. കണ്ടോ, ഇതിൻ്റെ മൊത്തത്തിലുള്ള ഒരു അപ്പിയറൻസ് ഇങ്ങനെയാണ്. ഈ റൂം ശരിക്കും ആരും ഉപയോഗിക്കാതെ കിടന്നിരുന്നൊരു റൂമായിരുന്നു. അപ്പോൾ ക്രാഫ്റ്റൊക്കെ ചെയ്യാൻ തുടങ്ങിയ സമയത്ത്, ലോക്ക്ഡൗണിൻ്റെ സമയത്താണ് ഞാൻ ക്രാഫ്റ്റൊക്കെ ചെയ്തു തുടങ്ങിയത്. ഡ്യൂട്ടിക്കൊന്നും പോകുന്നില്ലല്ലോ. അപ്പോൾ ആ ഒരു സമയത്ത് എനിക്ക് എൻ്റെ ക്രാഫ്റ്റ് മെറ്റീരിയൽസ് വെക്കാനോ ഒക്കെ വേണ്ടിയിട്ട് ഈ വെറുതെ കിടന്നിരുന്ന ഈ റൂം ഞാനൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് പെയിൻ്റൊക്കെ അടിച്ച് വൃത്തിയാക്കി എടുത്തു. അങ്ങനെ ഞാൻ ഈ റൂം മേക്ക് ഓവർ ചെയ്തെടുത്തെന്നൊന്നും പറയാൻ പറ്റില്ല, ചെറുതായിട്ടൊന്ന് വൃത്തിയാക്കി എടുത്തത് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ ഇങ്ങനെ പെയിൻ്റൊക്കെ അടിച്ചെടുത്തതാണ്. ഈ പെയിൻ്റൊക്കെ നമ്മൾ സ്വന്തമായിട്ട് ചെയ്താട്ടോ. അപ്പോൾ ഈ റൂമിൻ്റെ മൊത്തത്തിലുള്ളൊരു ലുക്ക് എന്ന് പറഞ്ഞാൽ എത്രയാണ്. ഇതാരും യൂസ് ചെയ്യാത്തൊരു റൂമായതുകൊണ്ട് ഇവിടെ അധികം സാധനങ്ങളൊന്നുമില്ല. ഒരു കട്ടിലും ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ. ഇപ്പം ഈ റൂം ഞാൻ എൻ്റെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഉപയോഗിക്കുകയാണ്. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്നൊക്കെ ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇത് എൻ്റെ സ്റ്റഡി ടേബിളാണ്. അപ്പം ഞാൻ ഈ റൂം ക്ലീൻ ചെയ്തെടുത്തപ്പോഴത്തേക്കും എൻ്റെ സ്റ്റഡി ടേബിളൊക്കെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോയിട്ടു. അപ്പോൾ എനിക്ക് ഇവിടെ ഇരുന്ന് വായിക്കുകയോ എഴുതുകയൊക്കെ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഈ ഒരു ഫ്ലവർ നമ്മൾ മെഴുകുതിരി വെച്ച് ചെയ്തൊരു ഫ്ലവറായിരുന്നു. ഇതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതേപോലെ ഈ ബോട്ടിൽസൊക്കെ ഞാൻ ടിഷ്യൂ പേപ്പർ കൊണ്ട് ഡെക്കോപാഷ് ചെയ്ത ബോട്ടിൽസാണ്. അതൊക്കെ ചുമ്മാ ഇവിടെ വെച്ചേക്കണമെന്നുള്ളൂ. പിന്നെ ഇതിൻ്റെ മുകളിൽ ഒരു ശംഖുണ്ട്. പിന്നെ ഒരു സ്റ്റോണിൽ വർക്ക് ചെയ്തത്, അത് നമ്മുടെ ചാനലിൽ നമ്മൾ ചെയ്തൊരു വീഡിയോ ആയിരുന്നു. ആ ഒരു സ്റ്റോൺ ഞാനിവിടെ വെച്ചിട്ടുണ്ട്. അതേപോലെ ഇവിടെ ഒരു മഷിക്കുപ്പി, എൻ്റെ ഒരു മഷിക്കുപ്പി വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ ഒരു പെണ്ണ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയൊരു ടോയ് ഒരു കാറ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമുക്ക് നേരത്തെ കിട്ടിയൊരു മൊമെൻ്റോ ആയിരുന്നു. അത്രയും സാധനങ്ങളാണ് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ടുള്ളത്. പിന്നെ ഇത് തുറക്കാം. ഇതിൻ്റെ അകത്ത് ഞാൻ എൻ്റെ ബുക്സൊക്കെയാണ് വെച്ചിട്ടുള്ളത്. കുറച്ച് പുസ്തകങ്ങളൊക്കെ ഇവിടെ ഞാനിങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതാണ് എൻ്റെ സ്റ്റഡി ടേബിൾ. അപ്പോൾ ഇവിടെ ഇരുന്നിട്ടാണ് ഞാൻ എഴുതും വായിക്കും ഒക്കെ ചെയ്യുന്നത്. ഇവിടെ കട്ടിലിട്ടിട്ടുണ്ട്. അവിടെ എൻ്റെ ഫേവറേറ്റ് ഡോളാണ്, എൻ്റെ ടെഡി ബെയറിനെ ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാരാ ഇരിക്കുന്നത്, ഇത് എൻ്റെ മൂത്ത മോനാണ്, ആദം കെഹ്റ. മുന്ന എന്നാണ് വിളിക്കുന്നത്. മുന്ന ഒരു ഹായ് പറഞ്ഞേ. അവനെപ്പോഴും എനിക്ക് ഹെൽപ്പ് ചെയ്യാനൊക്കെ ആയിട്ട് എപ്പോഴും വരാറുണ്ട്. പിന്നെ ഈ ഒരു കബേർഡ്, ഇതിൻ്റെ അകത്താണ് ഞാൻ എൻ്റെ ക്രാഫ്റ്റ് മെറ്റീരിയൽസ് എല്ലാം വെച്ചിട്ടുള്ളത്. ഈ ക്രാഫ്റ്റ് മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളത് ഞാൻ അവസാനമായിട്ട് കാണിച്ചു തരാം. പിന്നെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു വാളിൽ ഒരു ഡെക്കോർ പീസ് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ചാനലിൽ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഇങ്ങനെ താഴത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെ ഞാനിങ്ങനെ ചുമ്മാ വെച്ചിരിക്കുന്നതാണ്. കുറച്ച് ഭരണികളിലൊക്കെ പെയിൻ്റൊക്കെ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഈ ഒരു ഭരണി, ഇത് നമ്മളൊരു നെഗറ്റീവായിട്ട് ഞാൻ ചെയ്തതാണ്, ചുമ്മാ ചെയ്ത് വെച്ചു എന്നേ ഉള്ളൂ. പിന്നെ ഇതിലൊരു ബോട്ടിലിൽ ഞാൻ കുറച്ച് വാട്ടർ ജെൽ ബൗൾസ് ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊരു ബോട്ടിലിൽ കുറച്ച് മഞ്ചാടിക്കുരു, പിന്നെ കുറച്ച് ഫ്ലവേഴ്സൊക്കെ ചുമ്മാ രസത്തിന് ഇട്ട് വെച്ചിരിക്കുന്നതാണ്. തൊട്ടടുത്ത് ഒരു ലാമ്പ് ഇരിക്കുന്നുണ്ട്, വെറുതെ ഷോയ്ക്ക് വെച്ചിരിക്കുന്നതാണ്. അതിൻ്റെ ഇവിടെ വെച്ചിരിക്കുന്ന ഈ ഒരു ഫ്ലവർ വാസ് നമ്മൾ ന്യൂസ് പേപ്പർ കൊണ്ട് ചെയ്ത ഒരു ഫ്ലവർ വാസാണ്. ഇതിൻ്റെ വീഡിയോ നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ഒരു ഭരണി ഉണ്ടോ, അതും ഞാൻ പെയിൻറ്റ് ചെയ്തതാണ്. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കുഞ്ഞുകാലത്ത് എന്നേക്കാൾ പ്രായമുള്ള ഒരു ഭരണിയാണ് കേട്ടോ. അതിപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് എൻ്റെ കൂടെ കൊണ്ടുവന്നൊരു ഭരണിയാണ്. അത് പെയിൻറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്.
പിന്നെ ഇവിടെ വെച്ചിട്ടുള്ളത് നമ്മൾ എഗ്ഗ് ഷെല്ല് വെച്ചിട്ടൊരു ടൊലിപ്പ് ഫ്ലവർ ചെയ്തത്, അതും ഇങ്ങനെ ഇവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ തൊട്ടടുത്തിരിക്കുന്നത് നമ്മൾ ന്യൂസ് പേപ്പർ വെച്ച് ചെയ്ത ഒരു ഹോം ഡെക്കർ സ്റ്റിക്കായിരുന്നു, അതും ഞാനവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഈ ഒരു ഭാഗത്ത് ഞാൻ വെച്ചിട്ടുള്ളത്. പിന്നെ ഒരു ഡയറി ഇവിടെ ഇരിക്കുന്നുണ്ട്. ഈ ഒരു ഡയറി ഞാൻ യൂട്യൂബിൻ്റെ ചാനലിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ എഴുതുന്ന ഒരു ഡയറിയാണ്. പിന്നെ ഇവിടെ ഒരു വലിയ ജനലാണ് കേട്ടോ. പിന്നെ ഉള്ളത് ഈ സൈഡിൽ, ജനലിൻ്റെ ഈ സൈഡിൽ ഞാനൊരു ഡ്രീം ക്യാച്ചർ ഇട്ടിട്ടുണ്ട്. ഇത് ഞാൻ ചെയ്തതൊന്നുമല്ല, ഞാൻ വാങ്ങിച്ച ഒരു ഡ്രീം ക്യാച്ചറാണ്. പിന്നെ ഇവിടെ എൻ്റെ പോത്തോസ് ഞാൻ വെച്ചിട്ടുണ്ട്. അതുകൊണ്ടോ ഈ ഒരു പോത്തോസ് എൻ്റെ എല്ലാ വീഡിയോയിലും എൻ്റെ കൂടെ ഉണ്ടാകാറുള്ള ആ ഒരു മണി പ്ലാന്റ് ആണ്. പിന്നെ ഈ 2 പ്ലാന്റ്സും കൂടെ ഞാൻ വെച്ചിട്ടുണ്ട്. വാട്ടർ ഗ്രോയിങ് പ്ലാന്റ്സ് ആണ് ഇവർ രണ്ടുപേരും. നമ്മുടെ വാട്ടർ ഗ്രോയിങ് പ്ലാന്റ്സിൻ്റെ വീഡിയോയിൽ ഞാൻ കാണിച്ച സെയിം പ്ലാന്റ്സ് ആണിത്. പിന്നെ ഇവിടെ ഭിത്തിയിൽ നമ്മൾ ചെയ്തിട്ടുള്ള ജീൻസ് കൊണ്ട് നമ്മൾ ചെയ്ത 1-2 വർക്ക് ഉണ്ടായിരുന്നല്ലോ, അത് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാൻ എൻ്റെ കുറച്ച് ബ്രഷൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ഒരെണ്ണത്തിൽ. പിന്നെ ഒരെണ്ണത്തിൽ 2-3 ടെസ്റ്റ് ട്യൂബൊക്കെ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നതാണ്, വേറെ ഒന്നും അതിനകത്ത് വെച്ചിട്ടില്ല. അപ്പോൾ ഈ ജീൻസിൻ്റെ വോൾ ഡെക്കർ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ ഷൂട്ടിംഗ് പ്ലേസ്. ഇവിടെ ഇരുന്നിട്ടാണ് ഞാൻ എൻ്റെ വീഡിയോയും ക്രാഫ്റ്റൊക്കെ ഷൂട്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ എഡിറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അടിയിലും ഇതൊരു ഇൻബിൽട്ട് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഇതിൻ്റെ അടിയിലും കുറച്ച് സ്റ്റോറേജ് സ്പേസ് ഒക്കെ ഉണ്ട്. ഹസ്ബൻഡിൻ്റെ കുറച്ച് ടൂൾസൊക്കെ വെച്ചിരിക്കുന്നതാണ്. ഇനി ഞാൻ ഈ കബേർഡിൽ എന്തൊക്കെയുണ്ടെന്ന് കാണിച്ചു തരാം. എൻ്റെ ക്രാഫ്റ്റ് മെറ്റീരിയൽസ് എല്ലാം ആണ് ഞാൻ ഈ ഒരു അലമാരയുടെ അകത്ത് വെച്ചിട്ടുള്ളത്. ഒരുപാട് ഐറ്റംസ് ഒന്നുമില്ല. ഞാനിങ്ങനെ ഒരുപാട് ഐറ്റംസ് വാങ്ങി സൂക്ഷിക്കുന്ന ഒരാളല്ല. എനിക്ക് എന്തെങ്കിലും ഒരു ക്രാഫ്റ്റ് ചെയ്യാൻ ഇഷ്ടമുള്ള സമയത്ത് ഞാൻ ആ ഒരു സാധനം വാങ്ങിക്കും എന്നുള്ളതല്ലാതെ അങ്ങനെ ഒരുപാട് ക്രാഫ്റ്റ് മെറ്റീരിയൽസ് ഒന്നും വാങ്ങിച്ചു വെക്കാറില്ല. അപ്പോൾ ഈ ഏറ്റവും മുകളിലുള്ള ഈ ഒരു കബേർഡിൽ ഞാൻ വെച്ചിട്ടുള്ളത് ഇത് എൻ്റെ കുറച്ച് ബൗളൊക്കെയാണ്. നമുക്ക് പെയിൻറ്റും വെള്ളമൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള യൂസ് ചെയ്യുന്ന കുറച്ച് ബൗളാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഇത് വാർണിഷാണ്. ഇത് ഞാൻ യൂസ് ചെയ്യുന്ന വാർണിഷാണ്. ഇത് നെറോലാക്കിൻ്റെ സിന്തറ്റിക് വാർണിഷാണ്. അപ്പോൾ ഈ ഒരു വാർണിഷ് ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ സ്പോഞ്ച്, നമ്മൾ പെയിൻറ്റ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന സ്പോഞ്ച് ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലൊക്കെ കുറച്ച് ക്രാഫ്റ്റ് മെറ്റീരിയൽസ് അങ്ങനത്തെ സാധനങ്ങളും ഒക്കെ ഇട്ട് വെച്ചിട്ടുള്ളതാണ്. ഇതിലും അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെയാണ് ഇട്ട് വെച്ചിട്ടുള്ളത്. കല്ലുകളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് നമ്മൾ ചെയ്ത വർക്കുകൾ, ബോട്ടിൽസ് കുറച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ നമ്മുടെ ചാനലൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് ഒരുപാട് ബോട്ടിൽ വർക്കുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒരു കുറേയൊക്കെ സെയിലായി. ഒരു 10-25 ബോട്ടിൽസ് നമ്മൾ സെയിൽ ചെയ്തു. ബാക്കി കുറച്ച് ഞാൻ വേറെ സ്ഥലത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഉള്ളത് എൻ്റെ സ്പ്രേ പെയിൻറ്റുകളൊക്കെയാണ് ഞാൻ വെച്ചിട്ടുള്ളത്. പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് വൈൻ ഗ്ലാസ് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ക്യാൻഡിൽസ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്കൊരു ബോട്ടിൽ കുറച്ച് പ്രൈമർ ഉണ്ടാക്കിയത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ എൻ്റെ കത്രിക, അതുപോലെ നൈഫ്, കട്ടർ, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതെൻ്റെ ഹെയർ ഡ്രയർ ആണ്. അപ്പം ഞാനിപ്പോൾ ഇത് ഹെയർ ഡ്രൈ ചെയ്യാൻ വേണ്ടി എടുക്കാറില്ല. ഇപ്പം ഇത് നമ്മൾ വർക്കൊക്കെ ചെയ്തിട്ട് അതൊക്കെ ഡ്രൈ ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് യൂസ് ചെയ്യുന്നത്. എൻ്റെ തൊട്ടടുത്തിരിക്കുന്നത് ഫെക്സ് ക്വിക്കാണ്. അതിൻ്റെ തൊട്ടിപ്പുറത്തിരിക്കുന്നത് ഇതെൻ്റെ ഗ്ലൂ ഗണ്ണാണ്. വലിയ ഗ്ലൂ ഗണ്ണാണ്. 2 ഗ്ലൂ ഗണ്ണാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത് സാധാരണ. ഇത് ചെറുത്. അപ്പോൾ ഈ 2 ഗ്ലൂ ഗണ്ണാണ് ഞാൻ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കബോർഡിനകത്ത് ഇത്രയും സാധനങ്ങളൊക്കെയാണുള്ളത്. ഇനി താഴത്തേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ ലൈറ്റ് കുറച്ച് കുറവാണ് കേട്ടോ ഇവിടെ. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ആദ്യം തന്നെ ഇരിക്കുന്നത് എൻ്റെ ചാർജറാണ് കേട്ടോ. അതിൻ്റെ തൊട്ടടുത്തൊരു പോട്ട് വെച്ചിട്ടുണ്ട്. അതിൽ ഞാൻ കുറച്ച് ഈ ഇല്ലിയുടെ കമ്പൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നതാണ്. അതിൻ്റെ തൊട്ടടുത്തിരിക്കുന്നത് കോട്ടണാണ്. പിന്നെ ഈ ഒരു ബോക്സ്, ഇതൊരു കാർട്ടണാണിത്. ഫ്ലിപ്കാർട്ടിൽ നിന്ന് എന്തോ വന്നപ്പോൾ ആ ഒരു കാർട്ടണാണിത്. അപ്പോൾ അതിനകത്താണ് ഞാൻ കുറച്ച് പെയിൻറ്റ് കാര്യങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ടുള്ളത്. അത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ലാസ്റ്റ് കാണിച്ചു തരാം എന്തൊക്കെയാണ് ആ മെറ്റീരിയൽസ് എന്നുള്ളത്. അതിൻ്റെ തൊട്ടടുത്തിരിക്കുന്നത് നമ്മൾ ഷർട്ടൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ബോക്സില്ലേ, ആ ബോക്സാണ്. ആ ബോക്സിൻ്റെ അകത്ത് ഞാനിങ്ങനെ കുറച്ച് ക്രാഫ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ ഇട്ട് വെച്ചിരിക്കുന്നതാണ്. അതിൻ്റെ അടിയിലൊരു കബോർഡ് കൂടി ഉണ്ട്. അവിടെ എൻ്റെ ട്രൈപോഡ് ഞാൻ യൂസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ട്. ട്രൈപോഡ് ഞാൻ ഷൂട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ മടക്കി എടുത്ത് ഇവിടെ വെക്കും. കാരണം അത് അങ്ങനെ തന്നെ നിവൃത്തി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിക്കു മുന്നേ കൂടെ അതിൻ്റെ പൊടി പോലും ബാക്കി കാണിക്കില്ല. ഇവിടെ ഞാൻ 2 പോട്ടൊക്കെയാണ് വെച്ചിട്ടുള്ളത്. അത്ര
ഇത്രയും സാധനങ്ങൾ ഇവിടെ വെച്ചിട്ടുള്ളൂ. ഞാൻ ആ ക്രാഫ്റ്റിൻ്റെ പെട്ടി ബെഡിലേക്ക് എടുത്ത് വെച്ചേക്കാണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിനകത്ത് ആദ്യം തന്നെ ഉള്ളത് ഇതെൻ്റെ മൈക്കാണ്. ഞാൻ യൂസ് ചെയ്യുന്ന മൈക്കാണിത്. ഈ ഒരു മൈക്കാണ് ഞാൻ വോയിസ് ഒക്കെ റെക്കോർഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ അതിൻ്റെ മുകളിൽ ഏറ്റവും മുകളിലായിട്ട് ഇരിക്കുന്നത് അക്രിലിക് പെയിൻ്റ് ആണിത്. അതിൻ്റെ അകത്ത് പേൾ കളർ ഒക്കെ വെച്ചിട്ടുള്ളതാണ്. ഇതെല്ലാം പേൾ കളേഴ്സാണ് ഞാൻ വെച്ചിട്ടുള്ളത്. പിന്നെ അടുത്ത ബോക്സ് ഇതിനകത്ത് ഇത് ഫുഡ് കളറാണ്. ഫുഡ് കളർ വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ടോയിൻ ഞാൻ വെച്ചിട്ടുണ്ട്. അതുപോലെ കുറച്ച് ലേസ്, ഇങ്ങനത്തെ കുറച്ച് ലേസുകളൊക്കെ ഇതിൻ്റെ അകത്തിരിക്കുന്നുണ്ട്. കുറച്ച് ലേസുകൾ, പിന്നെ കുറച്ച് ഇതും ടോയിനാണ്, കമ്പിളി നൂലാണിത്. പിന്നെ ഇത് ക്യാൻഡിൽസ് ആണ്. കുറച്ച് ഇങ്ങനത്തെ കുറച്ച് ക്യാൻഡിൽസ് ഇതിനകത്ത് ഇരിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ട്. ഇത് ഞാൻ ചെയ്ത ഫ്ലവേഴ്സ് അല്ല, ഞാൻ വാങ്ങിയ ഫ്ലവേഴ്സ് ആയിരുന്നു. പിന്നെ ഇത് ഫുഡ് കളറാണ്. ബേബി ഓയിൽ, പിന്നെ കുറച്ച് ബീഡ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഫുഡ് കളേഴ്സ് ആണ്. സീഷെല്ലിൻ്റെ കുറച്ച് മാലകൾ വെച്ചിട്ടുണ്ട്. ഇവിടെ കട്ടർ, ത്രെഡ്, അതുപോലെ ഇത് ഫില്ലർ, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെയാണ് ഇതിനകത്തുള്ളത്. അടുത്ത ഒരു ബോക്സ് ഉണ്ട്. ഇതിൻ്റെ അകത്ത് ഇതിനകത്ത് ടിഷ്യൂ പേപ്പറുകളൊക്കെയാണുള്ളത്. ടിഷ്യൂ പേപ്പർ ഉണ്ട്, അതുപോലെ കാർബൺ പേപ്പർ. ഇത് കാർബൺ പേപ്പറാണ്. പിന്നെ കുറച്ച് ഗിഫ്റ്റ് പേപ്പർ, പിന്നെ കുറച്ച് കമ്പിളി നൂലുകളൊക്കെ ഇതിൽ വെച്ചിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് ഈ ഒരു ബോക്സിലുള്ളത്. അടുത്തതായിട്ടുള്ളത് ഈ ഒരു കുറച്ച് പെന്ന്, അങ്ങനത്തെ സാധനങ്ങൾ ഒക്കെയാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ഇപ്പോഴും എടുക്കേണ്ടാത്ത സാധനങ്ങളാണ്. ഇതിനകത്ത് കുറച്ച് സ്പോഞ്ചൊക്കെ വെച്ചിട്ടുണ്ട്. കുറച്ച് സ്പോഞ്ചും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടുള്ളതാണ്. പിന്നെ ഇത് നമ്മുടെ ഗ്ലൂ ഗണ്ണിൻ്റെ സ്റ്റിക്കാണ്. ഇത് വലിയ ഗ്ലൂ ഗണ്ണിൻ്റെ സ്റ്റിക്കാണ്. അപ്പം അത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു സാധനത്തിൻ്റെ അകത്ത് കുറച്ച് സാറ്റിൻ റിബൺ ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ കട്ടറിൻ്റെ ബ്ലേഡാണ്. കണ്ടോ, ഈ ബ്ലേഡ് ഇതാണ് ഇതിനകത്തുള്ളത്. ഇത്രയും സാധനങ്ങളാണ് ഇതിൻ്റെ അകത്തുള്ളത്. പിന്നെ ഫെവിക്കോള് പിന്നെ ഇത് മോഡ് പോജാണ്. ടിഷ്യൂ പേപ്പറൊക്കെ ഡെക്കോപ്പേറ്റ് ചെയ്യാനുള്ള മോഡ് പോജ്. ഇത് വാർണിഷാണ്. ഇത് പിക്ചർ വാർണിഷാണ്, ക്യാമലിൻ്റെ പിക്ചർ വാർണിഷാണ് ഇത്. അതും വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്തത് അക്രിലിക് കളേഴ്സാണ്. നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന പെയിൻറ്റുകളാണ് ഇതിനകത്ത് വെച്ചിട്ടുള്ളത്. പെയിൻറ്റ് ഈ ഒരു ബോക്സിലും പെയിൻറ്റ് തന്നെയാണ് വെച്ചിട്ടുള്ളത്. ഇത് പിള്ളേർ ആരാണ്ട് എടുത്ത് വെച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ ഇതിലും പെയിൻറ്റ്സ് തന്നെയാണ് വെച്ചിട്ടുള്ളത്. ഇത് ഈ ഒരു ബോക്സാണ്. നല്ല വെയിറ്റാണ് ഇതിന്. ഇതിൻ്റെ അകത്തും നമ്മുടെ പെയിൻ്റാണ് വെച്ചിട്ടുള്ളത്, അക്രിലിക് പെയിൻറ്റ്. ഞാൻ സാധാരണയായിട്ട് അക്രിലിക് പെയിൻറ്റ് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. ഫാബ്രിക് ഒന്നും അങ്ങനെ യൂസ് ചെയ്യാറില്ല. അക്രിലിക് പെയിൻ്റാണ് ഇതിനകത്ത് വെച്ചിട്ടുള്ളത്. നമ്മൾ അടുക്കളയിൽ യൂസ് ചെയ്യുന്ന പാത്രമാണ്. അപ്പോൾ അടുക്കളയിൽ യൂസ് ചെയ്യേണ്ടാത്ത സാധനങ്ങളെല്ലാം ഞാൻ ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വരും. എന്നിട്ട് ഞാൻ എൻ്റെ ക്രാഫ്റ്റ് സാധനങ്ങളൊക്കെ ഇടാനായിട്ട് ഇങ്ങനെ എടുത്ത് വയ്ക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെയാണ് ഈ ഒരു കാർട്ടൻ്റെ അകത്തുള്ളത്. ഇനി അടുത്തത് കുറച്ച് ക്രാഫ്റ്റ് മെറ്റീരിയൽസ് വെച്ചിട്ടുള്ളത് ഈ ബോക്സുകളിലാണ്. ഇത് നമ്മുടെ ഷർട്ടൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഒരു ബോക്സില്ലേ, അപ്പോൾ ഹസ്ബൻഡിന് ഷർട്ട് വാങ്ങിക്കുമ്പോൾ കിട്ടിയ ബോക്സാണ്. അപ്പോൾ അത് കളയാണ്ട് എടുത്ത് വെച്ചിട്ട് നമുക്ക് സാധനങ്ങളൊക്കെ ഇട്ട് വയ്ക്കാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ചു. ഒരു ബോക്സിനകത്ത് കുറച്ച് റോപ്പുകളൊക്കെയാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ചാക്കുനൂലുണ്ട്, പിന്നെ ഇത് ചൂണ്ടനൂലാണ്, അതുപോലെ ഇത് കോപ്പർ വയറാണ്, പിന്നെ ഇത് ഇങ്ങനെ കുറച്ച് ഡെക്കറേറ്റീവ് ആയിട്ടുള്ള കുറച്ച് വള്ളികളൊക്കെ. ഇതെല്ലാം പേപ്പർ ടോയിനാണ്. നമ്മൾ ബോട്ടിലാട്ടൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒക്കെ വാങ്ങിച്ച കുറച്ച് പേപ്പർ ടോയിനാണ്. പിന്നെ ഇത് കമ്പിളിയുടെ കുറച്ച് നൂലുകളാണ്. അടുത്ത ബോക്സ്, ഇതിൻ്റെ അകത്ത് ഞാൻ കുറച്ച് തുണികൾ എടുത്ത് വെച്ചിരിക്കുന്ന കേട്ടോ. പാത്രമൊക്കെ കഴുകിയിട്ട് തുടയ്ക്കാനും അതിനും ഇതിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തുണികളൊക്കെ എടുത്ത് വെച്ചിട്ടുള്ളതാണ്.
ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തുണികളാണ്. അത് എൻ്റെ ക്രാഫ്റ്റ് മെറ്റീരിയൽസും സാധനങ്ങളും ക്രാഫ്റ്റ് ഐറ്റംസിന് വേണ്ടിയിട്ട് മാത്രം ക്ലീൻ ചെയ്യാനുള്ള തുണികളാണ്. ഇതിനകത്തുള്ളത് മാസ്കിംഗ് ടേപ്പ് ഉണ്ട്, അതുപോലെ നമ്മൾ നേരത്തെ വർക്ക് ചെയ്തൊരു സംഭവമാണ്. പിന്നെ ഇതും കുറച്ച് ലേസാണ്, ഇങ്ങനത്തെ കുറച്ച് ലേസ് ഒക്കെയാണ് ഇതിനകത്ത് വെച്ചിട്ടുള്ളത്. പിന്നെ ഇത് ബ്ലേഡ് ടേപ്പാണ്, ഇത് സാധാരണ ടേപ്പാണ്. പിന്നെ ഇത് കുറച്ച് ഇലകളൊക്കെയാണ്. ഇത് നമ്മൾ ഇലഞ്ഞി മരത്തിൻ്റെ ഇലയാണ് കേട്ടോ. ഇത് ഞാൻ പെയിൻറ് ചെയ്ത് ഡ്രൈ ആക്കി എടുത്ത് വെച്ചിട്ടുള്ളതാണ്. ഇത് നമ്മൾ കമ്പിളി നൂല് കൊണ്ട് ചെയ്തിട്ടുള്ള, ഹസ്ബൻഡ് ചെയ്താണത്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെയാണ് ഇതിനകത്തുള്ളത്. ബോക്സിൻ്റെ അകത്ത് കുറച്ച് സാൻഡ് പേപ്പറുകളാണ്. പിന്നെ ഇത് കുറച്ച് കട്ടിങ്സുകളാണ് കേട്ടോ, കാർഡ്ബോർഡിൻ്റെ കട്ടിങ്സുകളാണ്. എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ എടുത്തു എന്ന് പറഞ്ഞിട്ട് ഹസ്ബൻഡ് എനിക്ക് കൊണ്ടുതന്നതാണ്. പിന്നെ ഇത് നമ്മൾ ഈ ബാഗിനൊക്കെ ഒട്ടിക്കുന്ന ഒരു സാധനമല്ലേ, അതിൻ്റെ പേര് ഞാൻ കറക്റ്റായിട്ട് ഓർക്കുന്നില്ല, ആ സാധനമാണിത്. പിന്നെ ഇത് കുറച്ച് പേപ്പറുകളാണ്, ക്രേപ്പിൻ്റെ പേപ്പറുകളാണ് ഇത്. പിന്നെ ഇത് സ്റ്റിക്കറുകളാണ്, ഇത് കുറച്ച് സ്റ്റിക്കറൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും ബോട്ടിലാട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്കിത് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇത് കവറുകളാണ്. പിന്നെ ഇത് അലുമിനിയം ഫോയിൽ പേപ്പറാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ക്രാഫ്റ്റ് മെറ്റീരിയൽസ്. ഇന്നത്തെ വീഡിയോ കുറച്ച് ലെങ്തി ആയി പോയി എന്നറിയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ വീഡിയോയെക്കുറിച്ച് അഭിപ്രായങ്ങൾ എന്താണെങ്കിലും അത് കമൻറ്റ് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.